വൊക്കാബുലറി ചലഞ്ചിലെ വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകളാണ് ഹിന്ദിയിൽ നിന്ന് നാം ഇന്ന് പഠിക്കുന്നത്. ആദ്യമായി പക്കടോ ഭായ്, പക്കടിന പിടിക്കുക, പക്കടുത്താഹും, പക്കട് ലീജിയെ, സഹി തറ പക്കട് ലീജിയെ, നീ നന്നായി പിടിക്കണേ, പൈസ കൊടുത്താ പക്കടോ, പക്കടോ ഭായ്, പൈസ പക്കടോ, പക്കടോ, പക്കടിന പിടിക്കുക. ഓക്കെ, പക്കടിന പിടിക്കുക എന്ന് പറയും. അപ്പോൾ ഇതിൽ പക്കടുത്താഹും പിന്നെ ചോടിനാൻ ഒഴിവാക്കാന്ന്, ചോടോ, ഈ ചോടോ, ഈ ഒരാളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക, ചോടോ ഭായ്, ചോടോ. അപ്പോൾ പക്കടിന പിടിക്കൂ, പക്കടോ ചോടോ, പക്കടോ ചോടോ, പല രീതിയിൽ ഉപയോഗിക്കട്ടോ. അപ്പോൾ പക്കടിന പിടിക്കുക, ചോടിന ഒഴിവാക്കുക. ഓക്കെ, മറ്റൊരു വാക്കാണ് ബേജിന. മേ ബേച്ചിന അല്ല, ബേച്ചിന എന്ന് പറഞ്ഞാൽ വിൽക്കുകയാണ്. ബേജിന, മേ അഭി പൈസ ബേജ് രഹാ ഹും, മുझे പൈസ ബേജോ ഭായി. ബേജിന എന്ന് പറഞ്ഞാൽ അയക്കുക. मैंने पैसा भेज लिया, ഞാൻ പൈസ അയച്ചു. क्या एक മെസ്സേജ് भेज रहा हूँ, एक മെസ്സേജ് भेज रहा हूँ, ഒരു മെസ്സേജ് അയക്കുക, മെസ്സേജ് സെൻഡ് ചെയ്യുക, അതിനാണ് അയക്കുന്നത്. അയാൾക്ക് കിട്ടിയോ, മിൽന, മിൽഗയാ, ഓ ആപ്ക മെസ്സേജ് മിൽഗയ. മിൽഗയ എന്ന് പറഞ്ഞാൽ കിട്ടി, റിസീവ് ചെയ്തു, മിൽഗയ. ഈ മിൽന എന്നതിന് റിസീവ് ചെയ്യുക എന്ന അർത്ഥമാണ് ഇപ്പോൾ പറഞ്ഞത്. മീറ്റ് ചെയ്യുക എന്നൊരർത്ഥവും പിന്നീട് ഉപയോഗിക്കുന്നത്. ആപ്സെ മിൽന ചെയ്യേ, നിങ്ങളെ ഒന്ന് കണ്ടുമുട്ടണം, മീറ്റ് ചെയ്യണം. അവിടെയും എന്താക്കും, മിൽന എന്ന പദം ഉപയോഗിക്കും, മിൽഗയ. അപ്പം കിട്ടി എന്ന അർത്ഥത്തിനും മീറ്റ് ചെയ്തു എന്ന അർത്ഥത്തിനും മിൽഗയ നമ്മൾ ഉപയോഗിക്കും. അപ്പം നമ്മൾ ഉപയോഗിച്ച വാക്കുകൾ നമുക്കൊന്ന് പറയാം. പക്കടിന പിടിക്കുക, പക്കടിന പിടിക്കുക, മിൽന പക്കടിന പിടിക്കുക, ചോടിന ഒഴിവാക്കുക, ചോടിന ഒഴിവാക്കുക. അതുപോലെ തന്നെ മറ്റൊരു വേർഡാണ് ബേജിന, അയക്കുക, ബേജിന, മേ ബേജ്താഹും, ബേജിന. ഓക്കെ, അതുപോലത്തെ ഒരു വേർഡാണ് നമ്മൾ മിൽന, കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഒരു വേർഡ് കൂടി പൗഞ്ചുകയ, പൗഞ്ചിന എത്തിച്ചേരുക. അഞ്ചാമത്തെ വേർഡ് പൗഞ്ചിന. मैंने മെസ്സേജ് भेज दिया, वहाँ नहीं पहुँचा, ഞാൻ മെസ്സേജ് അയച്ചു, അവിടെ കിട്ടിയിട്ടില്ല. പൗഞ്ച് ഗയ, ഗാഡി പൗഞ്ച് ഗയ, ബച്ചേ പൗഞ്ച് ഗയ, കുട്ടി ഇവിടെ എത്തിച്ചേർന്നു എന്ന് പറയും. ഓക്കെ, അപ്പം ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഇത്തരം വാക്കുകളെ നിങ്ങൾക്ക് പഠിക്കണോ, ഹിന്ദി ഇനി ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. ബഹുത് ശുക്രിയ.